എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് നാളെ ഒക്ടോബർ 25-ാം തീയതി പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ കോളേജസ് ആഡ് ചെയ്യാമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീഅറേഞ്ച് ചെയ്യാം, പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഒന്നേന്ന് ഓപ്ഷൻസ് ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സോ നിങ്ങൾ അതൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലിസ്റ്റിൽ ഉള്ള, അതായത് നേരത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പഴയ കോളേജസോ പിന്നെ വേറെ കോഴ്സസോ ഒന്നും തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ നിങ്ങൾ എല്ലാവരും തന്നെ അതെന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത ഓപ്ഷൻസിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനും പിന്നെ റിമൂവ് ചെയ്യാനുമാണ് സാധിക്കുന്നത്. അല്ലാതെ പുതിയ കോളേജസ് ഒന്നും തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഒരുപക്ഷെ ലിസ്റ്റിലില്ലാത്ത പുതിയ കോളേജസ് അപ്രൂവൽ ലഭിച്ചു വരികയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ചാൻസ് തരുന്നതായിരിക്കും. നിങ്ങൾ കൊടുത്ത കോഴ്സസിന്റെ അല്ലെങ്കിൽ കോളേജസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നാളെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. സോ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി എന്ന് അറിയാനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതായത് നമ്മുടെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പം ഏറ്റവും താഴെ അലോട്ട്മെന്റ് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയില്ല എങ്കിൽ അലോട്ട്മെന്റ് സ്റ്റാറ്റസിൽ നോ അലോട്ട്മെന്റ് എന്നായിരിക്കും കാണിച്ചിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. അല്ലെങ്കിൽ അലോട്ടഡ് ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതിയാവും. അതായത് LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ടോപ്പിൽ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ ആ അലോട്ടഡ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യമുള്ളത് അത് ആ കോഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് കോളേജാണോ താല്പര്യം ആ കോളേജ് സെലക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കോളേജിൽ എത്ര മാർക്ക്, എത്ര ഇൻഡെക്സിലുള്ളവരെയാണ്, ഏത് കാറ്റഗറിയിലുള്ളവരെയൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോളേജിൽ എടുത്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുള്ള കോഴ്സസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കോളേജും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്ത് അവിടെ എത്ര റാങ്കിലുള്ള, എത്ര ഇൻഡെക്സിലുള്ളതും, എത്ര സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലുള്ളതും ആയിട്ടുള്ള, പിന്നെ ഏതൊക്കെ കാറ്റഗറിയിൽ ഉള്ളതും ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതിന് SM എന്ന് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ബാക്കി പിന്നെ EW, EZ എന്ന് കൊടുത്തിരിക്കുന്നത് ഓരോ കാറ്റഗറീസ് ആണ്. അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, ട്രയൽ അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, അതേ സെയിം കോളേജ് തന്നെ വീണ്ടും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് തന്നെ കിട്ടും, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും. സോ നമുക്ക് ഈ കാര്യത്തിൽ ഷുവറായിട്ട് പറയാൻ പറ്റത്തില്ല ആ കോളേജ് തന്നെ കിട്ടുമെന്ന്. അലോട്ടഡ് ലിസ്റ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസിൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അതാണ് കുറച്ചുകൂടെ എളുപ്പവും. നിങ്ങൾക്ക് അഥവാ ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്, അതായത് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. സോ ടോക്കൺ ഫീസ് എത്രയാണ് പേ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. പറഞ്ഞതുപോലെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ടോക്കൺ ഫീ അടച്ചാൽ മതിയാവും. അലോട്ട്മെന്റ് കിട്ടാത്തവർ എന്ത് ചെയ്യേണ്ട, ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ടോക്കൺ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ച് വഴി ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന ഫീ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ടോക്കൺ ഫീസ് പേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നേരത്തെയുള്ള ട്രയൽ അലോട്ട്മെന്റ് ഒരു ട്രയൽ ആയിരുന്നു അല്ലേ? സോ അപ്പോൾ ഇനി വരുന്ന, അതായത് നാളെ പബ്ലിഷ് ആവുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് മുതലാണ് LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ യഥാർത്ഥ അലോട്ട്മെന്റ്സ് സ്റ്റാർട്ട് ആവുന്നത്. നമുക്ക് മെയിൻലി 3 അലോട്ട്മെന്റ് ആണുള്ളത്. അത് കഴിഞ്ഞ് വേക്കൻസി വല്ലതും വരികയാണെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള വേക്കൻസി ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് വന്നപ്പോൾ എങ്ങനെയാണോ ചെക്ക് ചെയ്തത് അതേപോലെ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിലും പിന്നെ അങ്ങോട്ടുമൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പിന്നെ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് ആ ഒരു കോളേജിൽ ഏത് കോഴ്സിനാണ് എത്ര റാങ്ക്, എത്ര ഇൻഡെക്സ്, എത്ര കാറ്റഗറിയിലെ ബേസിസിലാണ് അലോട്ട്മെന്റ് കിട്ടിയെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ആയി കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെപ്പറ്റി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ചതിൽ നിങ്ങൾ ടോട്ടൽ മൊത്തം 30 കോളേജ് ഓപ്ഷൻസ് ആണ് വെച്ചെന്ന് വിചാരിക്കാം. സോ നിങ്ങൾ 30 കോളേജ് ഓപ്ഷൻ വെച്ചതിൽ നിങ്ങൾക്ക് 20ാമത്തെ കോളേജ് ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതെങ്കിൽ, അതായത് നിങ്ങൾ 20ാമത്തെ ഓപ്ഷനായിട്ട് നമ്പർ ചെയ്ത് കൊടുത്ത ആ ഒരു കോളേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള ബാക്കി അത്രയും കോളേജസ് എന്ത് ചെയ്യും, റിമൂവ് ആയി പോകുന്നതായിരിക്കും. അതായത് 21 മുതൽ 30 വരെയുള്ള താഴോട്ടുള്ള ഓപ്ഷൻസിനാണ് ലോവർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ആ ഓപ്ഷൻസ് അത്രയും റിമൂവ് ആയി പോവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിലുള്ളത്, അതായത് മുകളിലുള്ള, അതായത് 1 മുതൽ 19 വരെയുള്ള കോളേജ് ഓപ്ഷൻസിനെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ ഈ ഹയർ ഓപ്ഷൻസിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് അടുത്ത അലോട്ട്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ട എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ടോട്ടൽ എത്രയാണ്, 30 കോളേജാണ് വച്ചെന്ന് വിചാരിക്കുക. ഈ 30 കോളേജ് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ 10ാമത് വെച്ച ഓപ്ഷൻ ഉള്ള കോളേജാണ് കിട്ടിയത്. ഓക്കെ, ഏത് കോഴ്സോ ആയിക്കോട്ടെ, 10ാമത് വെച്ച കോളേജാണ് നിങ്ങൾക്ക് എന്തായിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ 30 കോളേജസ് വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 11 മുതൽ 30 വരെയുള്ള അതിൻ്റെ താഴോട്ടുള്ള നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൻ്റെ താഴോട്ടുള്ള അത്രയും ഓപ്ഷൻസ് ഞാൻ ലോവർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ആ ലോവർ ഓപ്ഷൻസ് അത്രയും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൻ്റെ തൊട്ട് മുകളിലുള്ള ഓപ്ഷൻസ്, അതായത് 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസിനെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ, അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ ഹയർ ഓപ്ഷൻസിനെയൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് അലോട്ട്മെന്റിൽ. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് അങ്ങോട്ട് മാറുന്നതായിരിക്കും.
അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് വീണ്ടും വയ്ക്കുമ്പോൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലോട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറൊരു കോളേജ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് എന്തായിട്ടുണ്ട്, ക്യാൻസൽ ആയിട്ടാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് കിട്ടുന്നത്. ഇത് ഫസ്റ്റ് കേസാണ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായി കൊടുത്ത കോളേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ് ലോവർ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും എന്ന് പറഞ്ഞു. ഈ ഒരു കേസിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതായത് നിങ്ങൾ ആദ്യം വെച്ച കോളേജ് ഓപ്ഷൻസിന്റെ മുകളിൽ എന്താണ് കോളേജ് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതിനാൽ, അതായത് ഈ കേസിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ഓപ്ഷനായി വെച്ച ആ ഒരു കോളേജിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ലാസ്റ്റ് ജോയിൻ ചെയ്യേണ്ടി വരുന്നതായിരിക്കും. സോ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഓപ്ഷൻസ് ഒക്കെ സൂക്ഷിച്ച് വെക്കണമെന്ന്. സോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണമെങ്കിൽ എന്താണ് നിങ്ങളുടെ കോളേജ് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനും പിന്നെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞ് എന്താണ് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് എന്താണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞ് എന്താണ് ആ കോളേജിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ മതി, ഇനി വേറെ ഒരു കോളേജിലും എന്താണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ താല്പര്യം ഇല്ല, ഞാൻ ഈ ഒരു കോളേജിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഈ ഒരു കോളേജിലാണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, വേറൊരു ബെറ്റർ ഓപ്ഷൻസ് ഒന്നും എനിക്ക് വേണ്ട എങ്കിൽ എന്താണ് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ് റിമൂവ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് എന്താണ് പോകാൻ താല്പര്യമില്ലെങ്കിൽ, ഹയർ ഓപ്ഷൻസിൽ താല്പര്യമില്ല എങ്കിൽ ആ ഹയർ ഓപ്ഷൻസിനെയൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ മാത്രം എന്താണ് ആ ഓപ്ഷൻസ് വച്ചിരിക്കുക, അല്ലാത്തവരൊക്കെ ആ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ എന്താണ് കോളേജ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ താല്പര്യമെങ്കിൽ അതെന്ത് ചെയ്യുക, വച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യേണ്ടതും ആണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ എന്താണ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും അതിനെപ്പറ്റി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് കോളേജ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ എല്ലാവരും നിങ്ങൾക്ക് എന്താണ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ടതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടോക്കൺ ഫീസ് പേ ചെയ്യാതെ നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ടോക്കൺ ഫീസ് എങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നതെങ്കിൽ നിങ്ങളുടെ എന്താണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ് ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള ലിങ്ക് അവിടെ കാണുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യം കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കോഴ്സസിൽ അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ഇനിയും അലോട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ എന്താണ് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് കാണുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സും പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ഇൻഡെക്സിൻ്റെയും പിന്നെ റാങ്കിൻ്റെയും പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സീറ്റ് അലോട്ടഡ് ആവുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഹയർ ഓപ്ഷൻസ്, എന്താണ് ലോവർ ഓപ്ഷൻസ്, പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡൗട്ട്സും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒന്നുപോലും മിസ്സാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.